സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം ഏതാണ്? മൺസൂൺ. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഹിസ്റ്ററി ഓഫ് കേരള. ഓപ്ഷൻ സി ആണ് സർദാർ KM പണിക്കർ. പുസ്തകത്തിന്റെ പേര് ഹിസ്റ്ററി ഓഫ് കേരള, രചിച്ചത് സർദാർ KM പണിക്കർ. നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതാണ്? നവംബർ 26 തന്നിരിക്കുന്നു. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, പൗരദിനം. നവംബർ 26. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവയാണ്. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം എന്നിവ ആചരിക്കുന്നത് നവംബർ 26. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയ. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. 2024 പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ ആണ് പത്മ സുബ്രഹ്മണ്യം. ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ വില്യം ഫോർട്ട്. ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യമിൻ്റെ പേരാണ് വിജയ് ദുർഗ് എന്ന് മാറ്റിയത്. അതെവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നുമാണ്. ഓപ്ഷൻ ബി ബ്രിട്ടൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. ഓപ്ഷൻ ഡി കിരൺ റിജിജു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ. താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ ആരവല്ലി നിരകളാണ്. ഓപ്ഷൻ എ ആരവല്ലി നിരകൾ. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഓപ്ഷൻ സി പരിരക്ഷ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. 9. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. NS മാധവൻ.
കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-66 ആണ്. NH-66. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം, ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം ഓപ്ഷൻ സി ആണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. മഞ്ഞ് എന്ന നോവൽ എഴുതിയതാര്? മഞ്ഞ് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? തഷ്കന്റ് പ്രഖ്യാപനം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് താഷ്കന്റ് പ്രഖ്യാപനം. കേരളത്തിൽ ആദ്യമായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത്? തക്കാളി ഗ്രാമം പദ്ധതി ആനാട് ഗ്രാമപഞ്ചായത്താണ്. ആനാട് ഗ്രാമപഞ്ചായത്ത്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ്? BP മേനോനാണ്. BP മേനോൻ. ഒന്നുകൂടി പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ്. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് അപൂരിത കൊഴുപ്പിനെയാണ്. ഓപ്ഷൻ സി ആണ്. അപൂരിത കൊഴുപ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ? ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ പ്രഖ്യാൻ. ഓപ്ഷൻ ഡി പ്രഖ്യാൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് 1973 1973. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ആണ്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ളതായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3 ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇവയിൽ സഭയിൽ പ്രധാനമായിട്ടും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സഭയിൽ പ്രധാനമായിട്ടും 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ആകെ കമ്മിറ്റികൾ 22, പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് 8 കമ്മിറ്റികൾ. അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്.
പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം. മിൽഖ സിംഗ് അന്തരിച്ച വർഷം 2021 2021. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25. 1950 ജനുവരി 25. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദിയാണ്. സമ്പാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷ പ്രദേശം മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്. കേരള കായിക ദിനം ഒക്ടോബർ 13. ഒക്ടോബർ 13. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മതേതരത്വം. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 3 പ്രസ്താവനകൾ. ആദ്യത്തേത് അരുൺ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ മത്സരത്തിൽ സജീവ പ്രവർത്തക. ക്വിറ്റ് ഇന്ത്യ മത്സരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത്. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് കണ്ണൂർ. ശരിയല്ലാത്തത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തേതാണ് ശരിയല്ലാത്തത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. അപ്പം തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ശരിയാണ്. സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. ശരിയാണ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് കണ്ണൂരാണ്. ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. തന്നിരിക്കുന്നു സമത്വ സമാജം, അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ സഭ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുവാനായിട്ടാണ്. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്നിവ. അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ.പി. കറുപ്പനാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം. കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം കൈഗയാണ്. കൈഗ. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? ചാന്നാർ ലഹള 1859 ആണ്. 1859. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം. തിരുവിതാംകൂറിൽ ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാരാണ്? മലബാറിൽ എ വി കുട്ടിമാളു അമ്മയാണ്. ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15 അപ്പോൾ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IIT-കളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്? 54-64 കാലഘട്ടത്തിൽ 5 IIT-കളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ സി ആണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ? ജീവിത രസങ്ങൾ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. ഗോദവർമ്മ രാജ തന്നിരിക്കുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ആരെക്കുറിച്ചാണ്? ഗോദവർമ്മ രാജയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ പ്രസ്താവനകൾ പോയിന്റ്സ് നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മൊളാസിസ് ബേസിൻ മിസോറാമാണ്. മിസോറാം. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്യാനാണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? പെരികാർഡിയം. ഹൃദയത്തെയാണ്. പെരികാർഡിയം ഹൃദയത്തെയാണ് ആവരണം ചെയ്യുന്നത്. വീട്ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. വീട്ടി ഭട്ടതിരിപ്പാട്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ഘോഷ ബഹിഷ്കരണം വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. വീട്ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി? വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്ത് ആണ്. PB സാവന്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗർ ആണ്. ഓപ്ഷൻ എ ജാംനഗർ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ്. ഓപ്ഷൻ സി 3-ാമത്തേത് മാത്രം. ഗാന്ധിജി പങ്കെടുത്തത് 2-ാം വട്ടമേശ സമ്മേളനത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ദക്ഷിണേന്ത്യയിലെ നെല്ലറ റെയ്ച്ചൂർ ആണ്. റെയ്ച്ചൂർ. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന? മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. നൈ താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 മാത്രമാണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗാന്ധിജിയാണ്. ഗാന്ധിജി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി? കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി
പീച്ചി ആണ്, പീച്ചി. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഏറ്റവും അധികം വിള വൈവിധ്യം ഓപ്ഷൻ എ ആണ് ഇടനാട്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരമാണ്, ഓപ്ഷൻ സി ആലട്ടി ചുരം. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി PT ഉഷ, ഓപ്ഷൻ സി PT ഉഷ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ല. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ? 42ാമത്തെ ഭേദഗതി പ്രകാരം ഓപ്ഷൻ ബി ആണ് മതേതരത്വം, സ്ഥിതി, സമത്വം എന്നിവയാണ്. മതേതരത്വം, സ്ഥിതി, സമത്വം. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്നത് പ്രമേഹമാണ്, പ്രമേഹം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി? മെഡിസെപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരള സർക്കാർ. അടുത്ത ചോദ്യം, പോളിഡിപ്സിയ. പോളിഡിപ്സിയ എന്താണ്? പോളിഡിപ്സിയ അമിത ദാഹമാണ്, അമിത ദാഹം, പോളിഡിപ്സിയ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്നത് 1853 1853. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം? ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ നിയമം റൗലറ്റ് നിയമമാണ്, റൗലറ്റ് നിയമം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ക്യൂൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ, ഡെക്കാൻ ക്യൂൻ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര്? വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എറിത്രോപോയറ്റിൻ ആണ്, ഓപ്ഷൻ ബി എറിത്രോപോയറ്റിൻ. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം, ദയാനന്ദ സരസ്വതി. ഹിതകാരണി സമാജം, ബീരേശലിംഗം. സത്യശോധക് സമാജം, ജ്യോതിറാവു ഫുലെ. താഴെ തന്നിരിക്കുന്നവയിൽ വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നു. അഭിനവ കേരളം, ശിവയോഗി വിലാസം, തത്വപ്രകാശിക, ആത്മവിദ്യ കാഹളം. പ്രസിദ്ധീകരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 4 എന്നിവ മാത്രം. അഭിനവ കേരളം, ശിവയോഗി വിലാസം, ആത്മവിദ്യ കാഹളം. താഴെ തന്നിരിക്കുന്നവയിൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? തന്നിരിക്കുന്നത് വർഷം, നേതാവ്, മുദ്രാവാക്യം. വർഷം തന്നിരിക്കുന്നു 1822, നേതാവ് രാമനമ്പി. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 3 എന്നിവ ശരി. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി ശരിയാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് മുദ്രാവാക്യം ശരിയാണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ്, 1812. അടുത്ത ചോദ്യം, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ ഓപ്ഷൻ സി ആണ്, KM വാസുദേവൻ നമ്പൂതിരി. ഓപ്ഷൻ സി KM വാസുദേവൻ നമ്പൂതിരി. മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സംഭരിച്ചു വെക്കുന്നത് ഓപ്ഷൻ എ ആണ്, വിറ്റാമിൻ A, D, K എന്നിവയാണ്. A, D, K. ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്, ബ്രഹ്മപുത്ര. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂരാണ്, തിരുപ്പൂർ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്? കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം, ആര്യ പള്ളം.
ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി ശുചീന്ദ്രൻ കൈമുക്ക്. സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് K. കേളപ്പനാണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് K. കേളപ്പനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് K. കേളപ്പൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകിയത് ആര്? പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. TR കൃഷ്ണസ്വാമി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏത്? ഓപ്ഷൻ ബി ആണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവരിൽ ആരാണ്? തന്നിരിക്കുന്നു. പഴശ്ശിരാജ, താത്തിയ തോപ്പി, ഝാൻസി റാണി, A, B എന്നിവർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. A, B എന്നിവരാണ്. പഴശ്ശിരാജയും താത്തിയ തോപ്പിയുമാണ് ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. അവസാനത്തെ ചോദ്യം, നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.